Hello examiner family, accountancy third chapter recording of transaction 1 നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിംഗ് ഈക്വേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ അതിന്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അക്കൗണ്ടിംഗ് ഈക്വേഷൻ എന്ന് പറയുന്നത്? യെസ്, എന്തായിരുന്നു? അസറ്റ് ഈസ് ഈക്വൽ ടു capital plus liability ആണല്ലേ. asset is equal to capital plus liabilities ആണ്. റെഡി? ഇത് പഠിച്ചു വെച്ചേക്ക. എന്താണ് അക്കൗണ്ടിംഗ് ഈക്വേഷൻ എന്ന് പറയുന്നത്? അസറ്റ് ഇസ് ഇക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഒരു ബിസിനസിന്റെ അസറ്റ്സ് എപ്പോഴും അതിന്റെ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം അക്കൗണ്ടിംഗ് ഈക്വേഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ അക്കൗണ്ടിംഗ് ഈക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് അസറ്റ്സ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് കണ്ടുപിടിക്കാനോ ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിംഗ് ഈക്വേഷൻ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് തരും, അതിനുശേഷം അക്കൗണ്ടിംഗ് ഈക്വേഷൻ പ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. രണ്ടാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിൽ നിന്നുള്ള മാർക്ക് പോക്കറ്റിലാക്കാനായിട്ട് പറ്റും. റെഡി? അങ്ങനെയാണെങ്കിൽ മിസ്സിനോട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. പ്രിപ്പയർ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദി ഫോളോവിങ്. ഇവിടെ നമുക്ക് 5 ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒന്നും തന്നിട്ട് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഇതുപോലെ 4 or 5 ട്രാൻസാക്ഷൻസ് തന്നിട്ടാണ് ചോദിക്കാറുള്ളത്. റെഡി? അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാല്ലേ. യെസ്, നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കിക്കേ. അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. അനിൽ എന്ത് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പം എന്താ സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അനിൽ എത്ര ലക്ഷം രൂപ കൊണ്ടിട്ടാണ് വന്നത്? യെസ്, 1 lakh കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ആ ഫേമിലേക്ക് അല്ലെ. ആ ഒരു ബിസിനസ് ഇത്രയും നാള് 0 ആയിരുന്നു അല്ലേ, വട്ടപൂജയായിരുന്നു. ആ ബിസിനസ്സിലേക്ക് അനിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതാണ് നമ്മുടെ അനിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? 1 lakh rupees ബിസിനസ്സിലോട്ട് വന്നു അല്ലേ. 1 lakh rupees ബിസിനസ്സിലോട്ട് വന്ന് എങ്ങനെയാണ് വന്നത്? യെസ്, ക്യാഷ് വന്നു. അത് ഏത് ഫോമിലാണ് വന്നത്? ക്യാപിറ്റൽ ആയിട്ടാണ് വന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ വഴി പ്രൂവ് ചെയ്യുക? നമുക്ക് നോക്കാം. ഇവിടെ മിസ് ഓൾറെഡി ട്രാൻസാക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് പ്രോപ്പറായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല വൃത്തിക്ക് വേണം അക്കൗണ്ടിംഗ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ എഴുതിയാലൊന്നും നമുക്ക് മാർക്ക് കിട്ടത്തില്ല. നമ്മൾ എഴുതുന്നത് ശരിയായിരിക്കാം, എന്നാലും കൂടിയും ഈ കറക്റ്റ് ഫോർമാറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഒരു മാർക്ക് പോലും കളയാനില്ല അല്ലേ. സോ എന്ത് ചെയ്യുക? ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. റെഡി? അപ്പോൾ അനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? അസറ്റ് വന്നു ബിസിനസ്സിലോട്ടല്ലേ. യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിന് താഴെ നമ്മുടെ ഫസ്റ്റ് ആളുടെ പേര് എഴുതാം. എന്താണ് ആളുടെ പേര്? യെസ്, ക്യാഷ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അസറ്റിന് താഴെ ക്യാഷ് എന്ന് എഴുതി. അതുപോലെ തന്നെ എന്തും വന്നിട്ടുണ്ട്? ക്യാപിറ്റലും വന്നിട്ടുണ്ട്. റെഡി? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എത്രയാണ് വന്നത്? 1 lakh ആണ്. സോ നമ്മൾ ക്യാഷിന് നേരെ താഴെ 1 lakh എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ എന്താണ്? ക്യാപിറ്റലിന് നേരെ താഴെയും 1 lakh എന്ന് എഴുതുന്നു. റെഡി? അപ്പം എന്താ ഉണ്ടായത്? 1 lakh equal to 1 lakh അക്കൗണ്ടിംഗ് ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു? പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹20,000. നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഐറ്റംസിനാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഷോപ്പ് ആണെങ്കിൽ കമ്പ്യൂട്ടർ അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ഗുഡ്സ് ആണ്. ഒരു മൊബൈൽ ഷോപ്പ് ആണെങ്കിൽ മൊബൈൽസ് അവർ പർച്ചേസ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ എന്താണ്? മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് അവരുടെ ഗുഡ്സ് ആണ്. അങ്ങനെ വിൽക്കാൻ വേണ്ടി മേടിക്കുന്ന ഐറ്റംസിനാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയാം. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ വന്നത്? യെസ്, നമ്മുടെ ബിസിനസ്സിലോട്ട് സ്റ്റോക്ക് വന്നു, ഇൻവെന്ററി വന്നു അല്ലേ. then എന്താ ഉണ്ടായത്? ഓൺ ക്രെഡിറ്റിനാണ്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? കടത്തിനാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടത്തിന് മേടിക്കുമ്പോൾ ആൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്
അല്ലേ? ആളെ നമ്മൾ എന്താ പറയാ? ക്രെഡിറ്റർ എന്നാണ് പറയുന്നത്. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലയബിലിറ്റി ആണ്. സോ നമ്മുടെ രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ ഇഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ബിസിനസ്സിലോട്ട് വന്നു അല്ലേ? അപ്പൊ നമ്മുടെ അസറ്റിന് നേരെ താഴെ അടുത്ത ആളുടെ പേര് എഴുതാ. എന്താണ്? സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. റെഡി? അതുപോലെ തന്നെ നമ്മൾ കടത്തിനാ മേടിച്ചത്, ആൾക്ക് നമ്മൾ കൊടുക്കാനുണ്ട്. നമ്മുടെ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ലയബിലിറ്റി ആണ്. സോ നമ്മുടെ ലയബിലിറ്റിന്റെ നേരെ താഴെ എന്ത് ചെയ്തേക്കാ? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ അടുത്ത ആളുടെ പേര് കൊടുത്തേക്കാ. എത്ര രൂപയ്ക്കായിരുന്നു നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തത്? എത്ര രൂപയ്ക്കായിരുന്നു? 20,000 റുപ്പീസിനാണ്. സോ എന്ത് ചെയ്തേക്കാ? സ്റ്റോക്കിന് നേരെ താഴെ 20,000 പ്ലസ് ചെയ്യാം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ നേരെ താഴെ 20,000 പ്ലസ് ചെയ്യാം. റെഡി? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ വരുന്നത്? നോക്കിക്കേ, നമ്മുടെ ക്യാഷ് എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? ഇപ്പോ 1 lakh ക്യാഷ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് 20,000 പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh റുപ്പീസ് ആണ്. നോക്കിക്കേ, രണ്ട് സൈഡും 1,20,000 1,20,000 ഈക്വൽ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ എന്താ? സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹8,000 ടു ഉദയൻ ഫോർ ₹12,000. ഈ രീതിയിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ കാണാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താ പറഞ്ഞത്? നമ്മൾ ഉദയന് ഗുഡ്സ് വിറ്റു. ആർക്കാ വിറ്റത്? ഉദയൻ അല്ലേ? അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രാൻസാക്ഷനിൽ ഒരു വ്യക്തിയുടെ പേരാണ് തരുന്നതെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാ? യെസ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അതെന്തിനാ? ഇപ്പോൾ ക്യാഷിനാണെങ്കിൽ അവിടെ നമുക്ക് സോൾഡ് ഗുഡ്സ് എന്ന് മാത്രമേ പറയുന്നുണ്ടായിരിക്കുള്ളൂ. ഇപ്പം നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളവിടെ കറക്റ്റായിട്ട് എഴുതി വെക്കൂലേ, ഇന്ന ആൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾ നമുക്ക് തരാനുണ്ട് എന്നൊക്കെ നമ്മളവിടെ പേര് വെച്ച് തന്നെ കറക്റ്റ് നോട്ട് ചെയ്യില്ലേ? ആ ഒരു കോമൺ സെൻസ് തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. റെഡി? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഉദയന്റെ ഗുഡ്സ് വിറ്റു. അപ്പൊ ഗുഡ്സ് എവിടെ കിടക്കുന്ന സാധന? നമ്മുടെ സ്റ്റോക്കിൽ കിടക്കുന്ന സാധനമാണ് അല്ലേ? എത്ര രൂപയുടെ സ്റ്റോക്ക് കുറഞ്ഞു? 8,000 റുപ്പീസിന്റെ സ്റ്റോക്ക് കുറഞ്ഞു. പക്ഷേ നമ്മൾ എത്ര രൂപയ്ക്കാ വിറ്റത്? 12,000 റുപ്പീസിനാ വിറ്റത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉദയൻ നമുക്ക് ഇങ്ങോട്ട് എത്ര തരാനുണ്ട്? 12,000 തരാനുണ്ട്. സോ അവിടെ എന്തുണ്ടായി? ഒരു ഡെറ്റർ ഉണ്ടായിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ 8,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ 12,000 റുപ്പീസിന് വിൽക്കുമ്പോൾ 4,000 രൂപയ്ക്ക് എന്താ സംഭവിച്ചത്? യെസ്, 4,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലേ? നമുക്കൊരു ഗെയിൻ ഉണ്ടായി. ആ ഗെയിൻ ആർക്കുള്ളതാ? നമ്മുടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അനിലിനുള്ളതല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തേക്കാം? ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്തേക്കാം. റെഡി? അപ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് അല്ലേ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. എത്ര രൂപയുടെ ഗുഡ്സാ വിറ്റത്? 8,000 റുപ്പീസിന്റെ ആണ്. സോ ഗുഡ്സ് 8,000 കുറയണം. റെഡി? നമ്മൾ ഉദയനെ സെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഉദയൻ നമുക്ക് ഇങ്ങോട്ട് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളാണ്. സോ ആള് നമ്മളൊരു പേര് പറയത്തില്ലേ? യെസ്, ഡെറ്റർ ആണല്ലേ? ഡെറ്റർ എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്. സോ അസറ്റിന് താഴെ നമ്മൾ അടുത്ത ഒരാൾ വന്നു, ഡെപ്റ്റർ എന്ന് എഴുതാം. എത്ര രൂപയാണ് നമുക്ക് ഉദയൻ തരാനുള്ളത്? 12,000 റുപ്പീസ് ആണ്. മിസ് പ്ലസ് 12,000 ഇട്ടു. അതുപോലെ തന്നെ എന്താ വരുന്നത്? യെസ്, നമുക്ക് പ്രോഫിറ്റ് കിട്ടി 4,000 രൂപ. ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാം? ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തേക്കാം. റെഡി? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ന്യൂ ഇക്വേഷൻ വരുന്നത്? 1 lakh നമുക്ക് ക്യാഷ് ഉണ്ട്. 1 lakh നമുക്ക് ക്യാഷ് ഉണ്ട്. പ്ലസ് 20,000 നിന്ന് 8,000 മൈനസ് ചെയ്യുമ്പോൾ എത്രയാ വരുന്നത്? 12,000 റുപ്പീസ് ആണ് വരുന്നത്. പ്ലസ് 12,000 ഈക്വൽ ടു 20,000 പ്ലസ് 1,04,000. റെഡി? ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കിക്കേ. ഇവിടെ നമുക്ക് 1,24,000 ഉണ്ട്. ഇവിടെയും നമുക്ക് 1,24,000 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഫിറ്റിന് ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. അതുപോലെ തന്നെ ക്രെഡിറ്റിനായ കാരണം ഡെപ്റ്റർ അവിടെ അറൈസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ എത്ര രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത്? അത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. എന്ത് ചെയ്തേക്കാം? ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തേക്കാം. റെഡി? അടുത്തത് എന്തായിരുന്നു? റിസീവ്ഡ് കമ്മീഷൻ. നമുക്ക് എന്ത് കിട്ടി? കമ്മീഷൻ കിട്ടി. കമ്മീഷൻ കിട്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു അല്ലേ? എത്രയാണ് നമുക്ക് കമ്മീഷൻ കിട്ടിയിട്ടുള്ളത്? എത്രയാണ്? 6,000 റുപ്പീസ് ആണ്. സോ നമ്മൾ ക്യാഷിനോട് കൂടി എന്ത് ചെയ്യാം? 6,000 ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പം ഇതുപോലെ ഇൻകം കിട്ടും തോറും എന്താ ഉണ്ടാകുക, നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യുക ചെയ്യേണ്ടത്. അതുപോലെ ഏതൊരു ഇൻകം കിട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്തേക്കാം, ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പൊ എന്ത് ചെയ്യാ, ക്യാപിറ്റലിനോട് കൂടെ പ്ലസ് 6000. റെഡി, ഇത്രയും ചെയ്താൽ മതി. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് ഇൻകം എന്താ ചെയ്യേണ്ടത്, ഇൻകം എന്താ ചെയ്യേണ്ടത്, ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യണം. റെഡി, ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 lakh plus 6000 എത്ര വന്നു, 1,06,000 വന്നു, പ്ലസ് 12,000 വന്നിട്ടുണ്ട്, പ്ലസ് 12,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 20,000 പ്ലസ് 1,04,000 പ്ലസ് 6,000 എത്രയാണ്, 1,10,000. റെഡി, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ, പെയ്ഡ് സാലറി അല്ലേ. നമ്മൾ സാലറി പേ ചെയ്തു. സാലറി പേ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി അല്ലേ. മാത്രമല്ല സാലറി എന്ന് പറയുന്നത് എന്താ സംഭവം, നമ്മുടെ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ഉണ്ടാകും തോറും, ചെലവ് ഉണ്ടാകും തോറും എന്താ സംഭവിക്കുക, നമ്മുടെ ബിസിനസ്സിൽ ലോസിലേക്കാണ് അത് ലീഡ് ചെയ്യുക അല്ലേ. ലോസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസസ് ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യണം. റെഡി, എത്രയാണ് വരുന്നത്, 5,000 ആണ്. സോ നമുക്ക് എഴുതാം 5,000 എന്ത് ചെയ്തു, ക്യാഷിൽ നിന്നും ലെസ് ചെയ്യണം. റെഡി, അതുപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്തേക്കാം, 5,000 rupees ലെസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, 1,06,000 നിന്ന് 5,000 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്, 1,00,000 പ്ലസ് 12,000 പ്ലസ് 12,000 ദാറ്റ് ഈസ് ഇക്വൽ ടു 20,000. നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, 20,000 പ്ലസ് 1,10,000 നിന്ന് 5,000 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 1,05,000 ആണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പം ടോട്ടൽ നോക്കിക്കേ, എത്രയാ വരുന്നത്, 1,25,000 രണ്ട് സൈഡിലും കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇൻകം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ, പ്രോഫിറ്റിനെ സെയിൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇൻകം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷിനോട് കൂടെ ആഡ് ചെയ്യുക, ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പെൻസസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്യാഷിൽ നിന്നും മൈനസ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. റെഡി, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാനായി, മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവരും ഈ ഒരു ഏരിയ അടിപൊളിയായിട്ട് പഠിച്ചേക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യാം.